ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സമ്പന്നരെ പോലെ ചിന്തിക്കുക, ദരിദ്രരെ പോലെ അല്ലാതെ. ഈ വിഷയം കേവലം പണത്തെക്കുറിച്ചുള്ളതല്ല, മറിച്ച് ജീവിതത്തോടുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും കുറിച്ചാണ്. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. ചിന്തകളുടെ ശക്തിയുണ്ട്. ഒരു ദരിദ്രന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും കുറവുകളും പരിമിതികളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമായിരിക്കും നിറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിന് കഴിവില്ല, എനിക്ക് പണമില്ല, എൻ്റെ ഭാഗ്യം മോശമാണ് എന്നൊക്കെ അവർ പറയും. എന്നാൽ ഒരു സമ്പന്നന്റെ മനസ്സിൽ അവസരങ്ങൾ, വളർച്ച, സാധ്യതകൾ എന്നിവ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എങ്ങനെ ഇത് സാധ്യമാക്കും, എനിക്ക് ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നായിരിക്കും അവരുടെ ചിന്ത. ഈ ചിന്താഗതി കേവലം സാമ്പത്തിക ഭാവിയെ മാത്രമല്ല, നമ്മളുടെ ആരോഗ്യം, ബന്ധങ്ങൾ, സന്തോഷം, സമയം. ഒരു വ്യക്തിയുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നത് അവരുടെ ചിന്തകളിൽ മാറ്റം വരുമ്പോൾ മാത്രമാണ്. സമ്പന്നരുടെ ഈ ചിന്താഗതി എങ്ങനെ നമുക്കും സ്വന്തമാക്കാമെന്നും അതിലൂടെ എങ്ങനെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാമെന്നുമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആദ്യമായിട്ട് സമ്പന്നരുടെ ചിന്താഗതിയുടെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് നോക്കാം. സമ്പന്നരായ ആളുകൾക്ക് പൊതുവായ ചില ചിന്താ പാറ്റേണുകളുണ്ട്. ഈ തത്വങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രധാനം. ദാരിദ്ര്യ ചിന്തയുള്ളവർ എപ്പോഴും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തും. എനിക്ക് പണമില്ലാത്തത് സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ്, എൻ്റെ സാഹചര്യം വളരെ മോശമാണ്, എൻ്റെ മാതാപിതാക്കൾ എന്നെ സഹായിച്ചില്ല എന്നൊക്കെ അവർ പറയും. എന്നാൽ സമ്പന്നർ അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവർ സ്വയം ചോദിക്കുന്നു. തങ്ങളുടെ ഭാവിയുടെ കടിഞ്ഞാൺ സ്വന്തം കയ്യിലാണെന്ന് അവർക്കറിയാം. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ സമയം കളയാതെ സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യത്തെ പാഠം. അവസരങ്ങൾ കണ്ടെത്തുക, ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ദരിദ്രൻ പ്രശ്നങ്ങളെ മാത്രം കാണുമ്പോൾ ഒരു സമ്പന്നൻ ഓരോ പ്രശ്നത്തിലും ഒരു അവസരം കണ്ടെത്തുന്നു. ഉദാഹരണത്തിന് 2018 കേരളത്തിലെ പ്രളയകാലം ഒന്ന് ഓർത്തെടുക്കുക. പലർക്കും എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അത്, അല്ലേ? എന്നാൽ അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണത്തിലും പല പുതിയ സംരംഭങ്ങളും ഉയർന്നു വന്നു. കോവിഡ് മഹാമാരി കാലത്ത് പലർക്കും വരുമാനം നഷ്ടപ്പെട്ടപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകാർക്ക് വലിയ വളർച്ചയുണ്ടായി. അത് അവസരങ്ങളെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രം സാധിച്ച കാര്യമാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക, ആളുകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് വളരാനുള്ള ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടാകും. അടുത്തത് അറിവിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ നോളജ്. നോളജിൽ നിക്ഷേപിക്കുക, അല്ലേ? സ്കൂൾ വിദ്യാഭ്യാസം മതി എന്ന് ഒരു ദരിദ്രൻ ചിന്തിക്കുമ്പോൾ ഒരു സമ്പന്നൻ പഠനം ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുന്നു. അവർ പുസ്തകങ്ങൾ വായിക്കുന്നു, പുതിയ കോഴ്സുകൾക്ക് ചേരുന്നു, പഠിക്കുന്നു, വിജയിച്ച ആളുകളിൽ നിന്ന് ഉപദേശം തേടുന്നു, മോട്ടിവേഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതുപോലെ അറിവിലുള്ള നിക്ഷേപം ഏറ്റവും മികച്ച പലിശ നൽകുന്നു. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താനും സഹായിക്കും. എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. മൂല്യം നൽകുക, പ്രൊവൈഡ് വാല്യൂ. പണത്തിന് പിന്നാലെ ഓടുന്നത് ദരിദ്രന്റെ സ്വഭാവമാണ്. എന്നാൽ സമ്പന്നൻ എപ്പോഴും മൂല്യം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർ സ്വയം ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തുന്നത്? എൻ്റെ ഉൽപ്പന്നമോ സേവനമോ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടുതൽ മൂല്യം നൽകുമ്പോൾ പണം അതിന് പിന്തുടർന്നു വരും. കാരണം നിങ്ങൾ നൽകുന്ന മൂല്യത്തിനുള്ള പ്രതിഫലമാണ് പണം. ആളുകളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. അടുത്തത് റിസ്കുകൾ എടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്.
ബി വില്ലിംഗ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. സുരക്ഷിതത്വത്തിന് അമിത പ്രാധാന്യം നൽകുന്നത് ഒരു ദരിദ്ര ചിന്തയാണ്. അവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ സമ്പന്നർ കണക്ക് കൂട്ടിയ റിസ്കുകൾ എടുക്കാൻ തയ്യാറാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പരാജയങ്ങളെ ഭയക്കാതിരിക്കാനും അവർക്ക് കഴിയും. കാരണം ഓരോ പരാജയവും ഒരു പാഠമാണെന്നും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നും അവർക്കറിയാം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാതെ ഒരു വിജയവും നേടാനാവില്ല. ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യപ്പെടുക. ഓർക്കുക, ഏറ്റവും വലിയ റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. തിങ്ക് ലോങ് ടേം ആൻഡ് സ്ട്രാറ്റജിക്കലി. ഒരു ദരിദ്രൻ വർത്തമാനത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഒരു സമ്പന്നൻ ദീർഘകാല ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. നിക്ഷേപങ്ങൾ, സമ്പാദ്യം, ഭാവി പദ്ധതികൾ ഇതെല്ലാം അവരുടെ ചിന്തയുടെ ഭാഗമാണ്. ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യും എന്ന പഴഞ്ചൊല്ലുപോലെ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടി ഇന്ന് തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങുക. ഓരോ ദിവസവും നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പണത്തെക്കുറിച്ച് സംസാരിക്കുക, പഠിക്കുക. ടോക്ക് ആൻഡ് ലേൺ അബൌട്ട് മണി. പല ദരിദ്ര കുടുംബങ്ങളിലും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിലക്കപ്പെട്ട വിഷയമാണ്. എന്നാൽ സമ്പന്ന കുടുംബങ്ങളിൽ പണത്തെക്കുറിച്ചുള്ള സംസാരം സാധാരണമാണ്. പണത്തിൻ്റെ ഒഴുക്ക്, നിക്ഷേപങ്ങൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ തുറന്ന് സംസാരിക്കുന്നു. പണത്തെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. പണം ഒരു ഉപകരണം മാത്രമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ചിന്താഗതി മാറ്റാനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തത്വങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചുറ്റുപാട് മാറ്റുക. ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. നിങ്ങൾ ആരുമായിട്ടാണോ സമയം ചെലവഴിക്കുന്നത്, നിങ്ങൾ എന്താണോ വായിക്കുന്നത്, എന്താണോ കാണുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ചിന്താഗതിയെ ആഴത്തിൽ സ്വാധീനിക്കും. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. വിജയിച്ചവരുമായി, പോസിറ്റീവായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഉദാഹരണത്തിന് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ടി ഹാർവേക്കറിന്റെ സീക്രട്സ് ഓഫ് ദ മില്യനെയർ മൈൻഡ്. പ്രചോദനം നൽകുന്ന ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ചുറ്റുപാട് മാറ്റുന്നതിലൂടെ നിങ്ങളുടെ ചിന്താഗതിയും മാറും. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക. സെറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സ്മാർട്ട് ലക്ഷ്യങ്ങൾ, അതായത് സ്പെസിഫിക്, വ്യക്തമായത്. മെഷറബിൾ, അളക്കാൻ കഴിയുന്നത്. അച്ചീവബിൾ, നേടാൻ കഴിയുന്നത്. റിലവന്റ്, പ്രസക്തമായത്. ടൈം ബൗണ്ട്, സമയബന്ധിതം. ഇതെല്ലാം നമ്മൾ വായിച്ച് അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ വ്യക്തമായി എഴുതി വെക്കുക. എല്ലാ ദിവസവും അവയെക്കുറിച്ച് ചിന്തിക്കുക, അവ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. ലക്ഷ്യങ്ങളില്ലാത്ത കപ്പലിന് എങ്ങുമെങ്ങും എത്തിച്ചേരാനാവുന്നില്ല സുഹൃത്തുക്കളെ. സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക. ഗെയിൻ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. പണത്തെക്കുറിച്ച് പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ബഡ്ജറ്റിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ നിക്ഷേപിക്കാം, ഓഹരികളിലാകട്ടെ, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയെല്ലാം നമുക്ക് അതിനെപ്പറ്റിയൊക്കെ എങ്ങനെ നിക്ഷേപിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങാം. കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, നികുതി എങ്ങനെ ലാഭിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുക. ഓൺലൈൻ കോഴ്സുകൾ, പുസ്തകങ്ങൾ, സാമ്പത്തിക വിദഗ്ധരുടെ സെമിനാറുകൾ എന്നിവ ഇതിന് നിങ്ങളെ സഹായിക്കും. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. സാമ്പത്തിക കാര്യങ്ങളിൽ അറിവ് നേടുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നന്ദിയുള്ളവനായിരിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് നന്ദിയുള്ളവനായിരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും എന്നുള്ളതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള 5 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. അത് നിങ്ങളുടെ ആരോഗ്യമാകാം, കുടുംബമാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഒരു നല്ല ദിവസമാകാം. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആവുകയും സമൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഇത് കേവലം ഒരു ആത്മീയ ചിന്ത മാത്രമല്ല,
ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. കൊടുക്കാൻ പഠിക്കുക, ലേൺ ടു ഗിവ്. പണം മാത്രമല്ല, നിങ്ങളുടെ സമയം, അറിവ്, കഴിവുകൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് പഠിക്കുക. ദാനം നൽകുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നിങ്ങൾക്ക് മാനസിക സന്തോഷം നൽകുന്നതാണ്. നൽകുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നൽകുന്നു, അല്ലേ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് അത് തിരികെ നൽകും. ഇതൊരു പ്രകൃതി നിയമമാണ്. നൽകുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. ഇത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുകയും കൂടുതൽ ഉദാരനാകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അടുത്തത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. സമ്പന്നരായ ആളുകൾക്ക് തങ്ങളുടെ ആരോഗ്യം ഒരു വലിയ സമ്പത്താണെന്ന് അറിയാം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ. ചിട്ടയായ വ്യായാമം, നല്ല ഭക്ഷണം, മതിയായ ഉറക്കം ഇതെല്ലാം നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. രോഗിയായ ഒരാൾക്ക് എങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊക്കെ പിന്തുടരാൻ കഴിയും? നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയായി കാണണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങളാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അവസരങ്ങൾ കണ്ടെത്തുക, അറിവിൽ നിക്ഷേപിക്കുക, മൂല്യം നൽകുക, റിസ്കുകൾ എടുക്കാൻ തയ്യാറാകുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, പണത്തെക്കുറിച്ച് സംസാരിക്കുക, ചുറ്റുപാട് മാറ്റുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക, നന്ദിയുള്ളവനായിരിക്കുക, കൊടുക്കാൻ പഠിക്കുക, ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഈ ആശയങ്ങൾ കേവലം ചില വാക്കുകളല്ല, ഇത് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അടിത്തറയാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകില്ല. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ചുവടുകൾ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സമ്പത്തും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.